ഹലോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീട്ടിൽ നിന്ന് അടിച്ചുവാരി കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നൊരു കാര്യമാണ് ചേമ്പ് പുഴുങ്ങിയതും കട്ടൻ ചായയും കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പുറം നോക്കിയിട്ടില്ല ഇപ്പുറം നോക്കിയില്ല, വേഗം പോയി ചേമ്പ് പൊരിച്ചുകൊണ്ടെന്ന്. ഒരാഗ്രഹം വന്നാൽ പിന്നെ ബേക്കോട്ട് അടിക്കാത്തവരല്ലേ നമ്മൾ. തീറ്റീൻ്റെ കാര്യത്തിലാണെങ്കിൽ പിന്നെ പറയേ വേണ്ട അല്ലേ. ഞാനിങ്ങനെയാണ് കേട്ടോ. ഇനി നിങ്ങളെങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും ഇപ്പം ചേമ്പ് തിന്നാനുള്ള ആഗ്രഹം വന്നത് നന്നായി എന്ന് ഞാൻ വിചാരിക്കുള്ളൂ കേട്ടോ. കാരണം എന്താണെന്നല്ലേ പറഞ്ഞുതരാം. കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ പന്നി ചേമ്പ് തിന്നിട്ട് പോകാനോ, അതിന് മുന്നേ ചേമ്പ് തിന്നണം എന്നുള്ള ആഗ്രഹം എനിക്ക് വന്നത് ഒരു തെറ്റാ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാണ്ടുണ്ടോ? കപ്പ, ചേമ്പ് തുടങ്ങിയ സാധനങ്ങൾ നമ്മൾ നട്ടാൽ ആദ്യം തിന്നുന്നത് പന്നിയായിരിക്കൂലേ? എൻ്റെ വീട്ടിൻ്റെ അടുത്തെല്ലാം ചേമ്പും കപ്പയെല്ലാം സുലഭമായി കിട്ടുന്ന പോലെ തന്നെ കിട്ടുന്ന വേറെ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. എന്തെല്ലാമെന്നല്ലേ? പന്നി, കുറുക്കൻ, കീരി, മരപ്പട്ടി, ഉടുമ്പ്, ഇതെല്ലാം കേട്ടോ കിട്ടുന്ന സാധനങ്ങൾ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാനിവിടെ പന്നീൻ്റെയും കുറുക്കൻ്റെയും കഥ പറയാൻ വന്നതാണല്ലേ? അല്ലല്ലോ, ഞാനിവിടെ ചേമ്പ് പുഴുങ്ങാൻ വേണ്ടി വന്നതല്ലേ. പറഞ്ഞ് വിഷയം മാറിപ്പോയി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചേമ്പ് പുഴുങ്ങാൻ വേണ്ടി തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ ചേമ്പിൻ്റെ തോല് ചുണങ്ങി കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി എടുത്തിട്ട് വലിയ കഷ്ണങ്ങളായി അതിനെ മുറിച്ചതിന് ശേഷം കഴുകിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പൊടികളാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് പൊത്തി വെക്കുക. സാധാ അടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ. തീയും നല്ലോണം കത്തിച്ചോ. എന്തിനാ കുറക്കുന്നത്? നമ്മളെ പള്ള നിറക്കുന്ന പോലെ തന്നെ ഇവരെയും പള്ള നിറക്കണ്ടേ. ചേമ്പ് വീകാനെടുക്കുന്ന സമയം കൊണ്ട് ഞാൻ പോയിട്ട് കോഴിക്ക് അരിയിട്ട് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ചേമ്പ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി വറുത്തിടുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ സാധാ വറുത്തിടാൻ വേണ്ടി എടുക്കുന്ന ചീനച്ചട്ടി മതി. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം കടുകും കറിവേപ്പില ഉണക്കമുളകുകളുണ്ടെങ്കിൽ ബെസ്റ്റ് ആട്ടോ. അതൊന്നും ഉണ്ടായിട്ടില്ല, കടുക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ കടുക് പൊട്ടിച്ചിട്ട് ചേമ്പിലേക്ക് വറുത്തിട്ടിട്ട് അങ്ങനെ ചേമ്പ് റെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കട്ടൻ ചായ വെക്കലാണ്. കട്ടൻ ചായ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തത് പിട്ടും പാനിയാണ് കേട്ടോ. ചളുങ്ങിപ്പോയി എൻ്റെ പിട്ടും പാനി. അങ്ങനെ അതിൽ കുറച്ച് വെള്ളവും പറന്നിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് തീയും കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ചായപ്പൊടി ഇട്ട് വാങ്ങി വെച്ചു കേട്ടോ. അത് ആ കിടക്കുന്ന ഗ്ലാസ് കണ്ടില്ലേ, ഈ ഗ്ലാസ് ഇടുമ്പോൾ ഇട്ടതാന്നേ പൊത്താൻ വേണ്ടിയിട്ട്. നോക്കുമ്പോഴത്തേക്ക് അതിന് പാകമായിട്ടില്ല. അമ്മ അങ്ങനെ ഗ്ലാസ് ഇടുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഞാനും ഒന്ന് പരീക്ഷിച്ചാന്ന്, നോക്കുമ്പോൾ പാളിപ്പോവുകയും ചെയ്ത്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്നാ ഇത് തിന്നൽ. അപ്പോൾ അത് തിന്നാൻ വേണ്ടിയിട്ട് ഇതാ ചേമ്പ് പുഴുങ്ങിയതെടുത്ത് പ്ലേറ്റിലേക്ക് തട്ടുന്നുണ്ട്. ഇതാണെങ്കിൽ വീഴുന്നുമില്ല കേട്ടോ. എങ്ങനെയെല്ലാം കൂടി പ്ലേറ്റിലേക്ക് വീപ്പിച്ചിട്ടുണ്ട് കേട്ടോ, അല്ലാണ്ട് വേറെ നിവർത്തിയില്ലല്ലോ. അപ്പോൾ ഞാനിനി തിന്നട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.